നമസ്കാരം. ഫുഡ് ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ മെനു തന്നെയാണ്. റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സർവീസ് സെക്ടറായിട്ടും പ്രൊഡക്റ്റ് സെക്ടറായിട്ടും രണ്ടായിട്ട് നമുക്കതിനെ തരംതിരിക്കാൻ പറ്റും. അതിലെ പ്രൊഡക്റ്റ് സെക്ഷനിൽ വരുന്നതാണ് മെനു എന്ന് പറയുന്നത്. അപ്പൊ ഈ മെനു സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2 pillars ഓഫ് മെനു മാസ്റ്ററി. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മെനു സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. ഒരു മെനു സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ലൈഫിനെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേവലം നമ്മൾ ഒരു മെനു നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാതെ പോകുന്നുണ്ട് എങ്കിൽ നമുക്കത് ബിസിനസ്സിലേക്ക് ലാഭത്തെ നേടിയെടുക്കുന്നതിനും ബിസിനസിന്റെ ചെലവുകളെ നിയന്ത്രിക്കുന്നതിനും നമുക്ക് തടസ്സമാകും. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മെനു സെറ്റ് ചെയ്യുമ്പോൾ ഈ 2 പില്ലേഴ്സിനെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഒന്ന്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് ട്രാക്കിംഗ്. നിങ്ങൾ മെനു സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ കാൽക്കുലേഷൻസുകൾ നടത്തേണ്ടതുണ്ട്. നിങ്ങൾ അതിന്റെ ഫുഡ് കോസ്റ്റ് നോക്കേണ്ടതുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് നോക്കേണ്ടതുണ്ട്, നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ നോക്കേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യത വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മെനു നിങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ഫുഡ് കോസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയില്ല. നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിന് എത്ര രൂപ നിങ്ങൾക്ക് വില വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. മറ്റുള്ള ബിസിനസ്സുകളിൽ, ട്രേഡിംഗ് ബിസിനസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ വില അവരുടെ കയ്യിലുണ്ടാവും, ഇല്ലേ? ഇവിടെ നിങ്ങൾ ഒരു ഉൽപ്പന്നം, നിങ്ങളൊരു ബിരിയാണി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ വില എങ്ങനെയാണ് നിങ്ങൾ നിശ്ചയിക്കുന്നത്? നിങ്ങൾ വാങ്ങിയ തക്കാളി, നിങ്ങൾ വാങ്ങിയ റൈസ്, നിങ്ങൾ വാങ്ങിയ ചിക്കന്, നിങ്ങൾ അതിൽ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ്, ഇവയുടെ ഒക്കെ വിലകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്ര ക്വാണ്ടിറ്റി നിങ്ങൾ അതിൽ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവ് വേണം. അങ്ങനെ നിങ്ങൾ അറിയുമ്പോൾ മാത്രമാണ് അതിന്റെ ഫുഡ് കോസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ ഈ ഉൽപ്പന്നം നിങ്ങളുടെ കസ്റ്റമറുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് അവരത് കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ബില്ല് കൊടുത്തു കഴിയുമ്പോൾ ആണ് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എത്ര വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം വരുന്നത്, അല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനൊരു വില നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റും ഫുഡ് കോസ്റ്റും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ലാഭമുണ്ട്, ഇല്ലേ? എല്ലാ ചെലവുകളും കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ലാഭമുണ്ട്. ആ ലാഭവും നിങ്ങൾ ഇതിൽ ചേർത്ത് വെക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിന്റെ മെനുവിന്റെ പ്രൈസ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ട്രാക്കിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നിങ്ങളുടെ ആദ്യ പില്ലറായിട്ട് നിങ്ങൾ കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ പോയിന്റ് മെനു ഡിസൈൻ ആണ്. മെനു ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം, നിങ്ങൾക്ക് ഒരുപാട് മെനുകൾ ഉണ്ടാവും. ചിലപ്പോൾ 40 അല്ല 50 മെനുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അല്ലേ? ഈ മെനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെനുകൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഡിസൈൻ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ചെറിയ ഉൽപ്പന്നങ്ങൾ മുതൽ വലിയ ഉൽപ്പന്നങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന രൂപത്തിലൊന്നും മെനു സെറ്റ് ചെയ്യാൻ പാടില്ല. പല മെനുകളും കാണാറുണ്ട്. ആദ്യം ടീയിൽ തുടങ്ങും, എന്നിട്ട് ബിരിയാണിയിൽ അവസാനിപ്പിക്കും. ഇങ്ങനെയല്ല മെനു ഡിസൈൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മെനു വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ മെനുവിൽ കാണുന്ന രൂപത്തിൽ ഡിസൈൻ വരണം. അങ്ങനെ ആയിരിക്കണം കസ്റ്റമറുടെ മുമ്പിലേക്ക് ആ ഉൽപ്പന്നം എത്തേണ്ടത്. അപ്പൊ ഈ വലിയ പിക്ചേഴ്സ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കാണുന്ന സമയത്ത് കസ്റ്റമറുടെ ഉള്ളിൽ എന്ത് ചെയ്യും? അത് കഴിക്കാനുള്ള ഒരു ജിജ്ഞാസ പുറത്തേക്ക് വരും, അല്ലേ? നമുക്ക് അങ്ങനെയല്ലേ? നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല പിക്ചേഴ്സ്, നല്ല രൂപത്തിൽ ഇങ്ങനെ ആവിയൊക്കെ പൊന്തുന്ന രൂപത്തിലുള്ള നല്ല പിക്ചേഴ്സ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കും, നമ്മുടെ വിശപ്പ് വർദ്ധിക്കും. അപ്പൊ നമ്മൾ അത് ഓർഡർ ചെയ്യും. ഇങ്ങനെ ആ ഉൽപ്പന്നം കൂടുതൽ വിൽപ്പന നടത്താൻ വേണ്ടി നമുക്ക് കഴിയും. ഇത് മെനുവിന്റെ റൈറ്റ് സൈഡിൽ മുകളിലെ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ കഴിയുന്നതും എന്നാൽ കസ്റ്റമറെ കൂടുതൽ അട്രാക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള മെനു ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ മെനു ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മെനുവിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ 2 pillars ഓഫ് മെനു മാസ്റ്ററി എന്നുള്ള ഇന്നത്തെ ടോപ്പിക്, അതിൽ 2 pillars ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രോഫിറ്റ് ട്രാക്കിങ്ങും, 2 മെനു ഡിസൈനും. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.